പാഠം 1061. ഓടരുത് അമ്മാവ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സാർ നമസ്കാരം. സാർ സണ്ണിക്കുട്ടിയോ? ഇല്ല, വന്നില്ല. അതെയോ? ഫയൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സണ്ണിക്കുട്ടി വന്നവിടെ കൊടുത്തുവിടാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല സാർ. ഭാമയുടെ അമ്മ വന്നിട്ടുണ്ട്. ഇന്നലെ വന്നതാ. ഒരാഴ്ചയോളം ഇവിടെ കാണും. അതെ സാർ. ഞാൻ ലീവ് ഒന്നും എടുക്കില്ല. ശരി സാർ. സണ്ണിക്കുട്ടി വന്ന ഉടൻ ഫയൽ കൊടുത്തുവിടാം. ശരി. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. എന്താണ്? ഒരു ഫയൽ ഇവിടെ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് സണ്ണിക്കുട്ടിയെ തഹസിൽദാരെ കൊണ്ട് പറഞ്ഞു വിട്ടതാ. ഇതുവരെ വന്നിട്ടില്ല. മണി എത്രയപ്പോ? 7:45 ആയിട്ടുള്ളൂ. സണ്ണിക്കുട്ടി വന്നോളും. അവിടെ ബെഡ്റൂമിലെങ്ങാനും കാണും. ഞാൻ രാവിലെ മുറ്റം അടിക്കുമ്പോ അതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അത്രയും കള്ളു വലിച്ചു കയറ്റിയതാണെങ്കിലും അതിന്റെ ഓരോ ക്ഷീണവും കാണാനില്ല. എന്ത് ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ? ഞാൻ ചായ വേണമെന്ന് ചോദിച്ചപ്പോ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാനൊരു ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ നമുക്ക് ചെറിയ വീട്ടിൽ പോണ്ടേ? പക്ഷെ അമ്മാവനോട് ഉള്ളപ്പോ എങ്ങനെ പോകാൻ പറ്റും? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്മാവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം നോക്ക്. ഇന്നലെ രാത്രി 1 മണി വരെയാണ് കള്ളു കുടിച്ചത്. കുടിച്ചത് പോട്ടെ, ഒടുക്കത്തെ പാട്ടും ഓവനങ്ങളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ നമ്മളെ കുറിച്ചുണ്ടായിരുന്നു. ഇത്രയും കാലത്തിനിടയിൽ ഈ നാട്ടിൽ ഒരാളും എന്നെ പറ്റി മോശമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അമ്മാവൻ 2 3 ദിവസം ഇവിടെ താമസിച്ചാൽ നാട്ടുകാർ പരാതി മാത്രമല്ല പോലീസ് പരാതി കൊടുക്കുകയും ചെയ്യും. മോഹനായിട്ട് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞു നോക്ക്. എന്തെങ്കിലും ആഫീസ് കാര്യം ഉണ്ടെന്നോ എവിടെയെങ്കിലും പോണെന്നൊക്കെ പറ. അമ്മാവൻ വിശ്വസിച്ചാ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഒന്ന് നോക്ക്. മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് വന്നോളൂ. മോഹനകൃഷ്ണ, ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. നേരം വിളിച്ചിട്ട് ഇത്രയും നേരമായിട്ടും നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ അമ്മാവനെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോ ചായ കുടിച്ചോണ്ടിരിക്കാണെന്ന് പറഞ്ഞു. സത്യം പറയാലോ മോഹനകൃഷ്ണ, ഞാൻ ചായ കുടിച്ചില്ല. രാവിലെ ചായ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലടേ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു സ്മോൾ അടിക്കും. അപ്പോഴേ നമുക്കൊരു ഊർജം വരുള്ളൂ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നീ കള്ളൊന്നും കുടിക്കാൻ ഇങ്ങനെ നടക്കുകയല്ലേ? മദ്യപാനത്തിന്റെ അനന്തം നിനക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാ മോഹനകൃഷ്ണ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാനൊരു ഗാന്ധിയനാണ്. ഈ കാലത്ത് ഇങ്ങനെ ഗാന്ധിയനായിട്ട് ഒരു കാര്യമില്ലടെ. എന്നെ പോലെ ജീവിക്കാൻ നോക്ക്. കുറെ കാലം കഴിയുമ്പോ നിനക്ക് തോന്നും ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോഴേക്കും വൈകി പോവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഒരു കാര്യം ചെയ്, എന്റെ കൂടെ കൂടിയവരാരും ഇതുവരെ മോശമായിട്ടില്ല. സത്യം. അവിടെ പോലീസിലൊരുത്തരുണ്ടായിരുന്നു. ഒരു ദിവസം കള്ളു കുടിച്ചു വഴി കിടന്ന് എന്നെ എടുത്തവൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി.
അവിടെ വെച്ച് ഞാൻ അവന് ഒരെണ്ണം ഒഴിച്ചങ്ങ് കൊടുത്തു. അയ്യോ, പിന്നത്തെ കാര്യം പറയണോ മോനേട്ട? അത് കഴിഞ്ഞ് അവൻ ഒരു ദിവസം ഒരു ബ്രാൻഡി വെച്ച് കടിക്കും. അയ്യോ, ഒടുവിൽ എന്തായി? കുടിച്ച് ഒരു ദിവസം എസ്ഐയുടെ തന്തയ്ക്ക് വിളിച്ച് അവന്റെ ജോലിയും പോയി. അയ്യോ, അത് ഓർക്കുമ്പോ എനിക്ക് ചിരി വരണ മോനേട്ട. അയ്യോ, ഒരുത്തന്റെ ജോലി കളയിപ്പിച്ചിട്ട് ചിരിക്കുന്നു. സത്യം. ഓ, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ? ഉടനെ പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എന്താ പറഞ്ഞത്? എന്ന് പറയാ, എന്നെ കള്ളുകൂടി പഠിപ്പിച്ച് എന്നെ മുഴുക്കുടിയനാക്കി എങ്ങനെ എന്റെ ജോലി കളയിപ്പിക്കാം എന്ന് ആലോചിച്ചോണ്ടിരിക്കാണ് പുള്ളിക്കാരൻ. അങ്ങേരുടെ കൂടെ കുടിച്ചു തുടങ്ങിയ നല്ല രാശിയാണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇത് ഇങ്ങനെ വിട്ട പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും അമ്മാവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കണം. നേരം വിളിക്കുമ്പോഴേ കള്ളുകൂടി തുടങ്ങുന്ന ഒരു മനുഷ്യനെ വീട്ടിൽ വിളിച്ച് കയറ്റി ഏറ്റവും വലിയ തെറ്റായി പോയത്. ഹലോ. ആ സാർ. ഇല്ല സാർ, സണ്ണിക്കുട്ടി വന്നില്ല. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. സാറ് സണ്ണിക്കുട്ടിയുടെ മൊബൈലിൽ നിന്ന് വിളിച്ചു നോക്കിയോ? അത് ശരി, ബൈക്കിലല്ലേ വരുന്നത്? ആ, ചിലപ്പോ ബൈക്ക് വല്ലതും കേടായിട്ടുണ്ടാവും. ആ, ഞാൻ കൊടുത്തുവിടാം സാർ. ശരി. രാവിലെ 7 മണിക്ക് ഇവിടെ വന്ന് എന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് സണ്ണിക്കുട്ടിയോട് ഇന്നലെ തഹസിൽദാർ പറഞ്ഞതാ. ആൾ ഇതുവരെ ഇവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, മൊബൈൽ ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇവരെല്ലാവരും പറയാം, ഞാനെന്ത് ചെയ്യാനാ? പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അമ്മാവനെന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി നാളെ രാവിലെ എങ്കിലും പറഞ്ഞു വിടാൻ നോക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നോക്കാം. എന്താ അമ്മാവാ? എന്നെ കാണാൻ ആരെങ്കിലും വന്നായിരുന്നോ? അമ്മാവനെ കാണാനാ? അമ്മാവനെ കാണാൻ ഇവിടെ ആര് വരാനാ? സത്യഭാമേ, നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയില്ല. എന്നെ കാണാൻ ഇവിടെ ആള് വരും, അമേരിക്ക ചെന്നാലും ആള് വരും. എന്റെ അമ്മാവാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആകപ്പാട് 2 പേക്കെ ഉണ്ടായിരുന്നുള്ളടേ. ഒരു 3 കൂടി കഴിക്കാതെ എങ്ങനെ ഭക്ഷണം ഇറങ്ങുമെന്ന് പറ. നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയെന്ന് വേണ്ടടേ മോലേഷ്ണ. ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പോ എന്റെ വീട്ടിൽ വരുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നാട്ടുകാർ വിചാരിക്കും. അതുകൊണ്ട് അമ്മാവ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കരുത്. നീ എന്താ മരുമോനെ ഈ പറയണത്? മദ്യമില്ല പിന്നെ ഞാനുണ്ടോ? ഇല്ല. എന്റെ മനപ്രയാസങ്ങളെല്ലാം മാറ്റണത് ഈ മദ്യമാണ്. നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടായാൽ നേരെ പോയി ഒരു പെക്കടിക്കണം. എല്ലാം മാറി കിട്ടും, കംപ്ലീറ്റ് മാറി കിട്ടും. ഒരു കുപ്പി മദ്യത്തിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ വരും. അത് വരുമ്പോ നീ ഒരെണ്ണം ഒഴിച്ചങ്ങ് അടിച്ചോളാം. രാവിലെ ഒരെണ്ണം അടിച്ചോണ്ട് ആഫീസിൽ പോയി ശീലിക്ക്. നീ ഒരു വലിയ ഓഫീസറല്ലേ? കുടിക്കണമെന്ന് തോന്നുമ്പോ മദ്യമായിട്ട് ആളുകൾ വന്ന് ക്യൂ നിൽക്കും. കയ്യിൽ നിന്ന് വേണ്ട 5 പൈസയും മുടക്കേണ്ടി വരില്ല. അമ്മാവൻ ഇവിടെ ആരാണ് മദ്യം കൊണ്ടുവരുന്നത്? എന്താ പേര്? സള്ളിക്കുട്ടി. സള്ളിക്കുട്ടി അല്ല, നിന്റെ എന്തോ ഫയല് വാങ്ങാനെന്ന് പറഞ്ഞ് രാവിലെ വന്നതാ. അവരോട് ഞാൻ പറഞ്ഞു, പോയി എനിക്കൊരു മദ്യം കൊണ്ടുവന്നല്ലേ കാര്യം നടക്കൊള്ളുന്നു. ആദ്യം
പോയില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ അവൻ പോയി. വരും. എന്റെ ദൈവം. ആ തടിമില്ലിന്റെ പുറകിലെ ഒന്നാം തരം വാറ്റ് കിട്ടൂടെ? സത്യം. കഴിഞ്ഞ ഇവിടെ വന്നപ്പോ ഞാനല്ലേ വാങ്ങിച്ചു കുടിച്ചത്. അയ്യോ. ആ പിന്നെ സണ്ണി കൂട്ടി വരുമ്പോ എന്നെ വിളിക്കണം കേട്ടാ. സണ്ണി കൂട്ടി സാധനം നല്ലതാണെന്ന് ഞാൻ നോക്കണ്ടേ? നല്ലതാണെങ്കിൽ മാത്രം കാശ് കൊടുത്താ മതി. അല്ലാതെ ഒന്നും കൊടുക്കരുത്. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണത്. മോശപ്പെട്ട സാധനത്തിന് കാശ് കൊടുക്കുന്ന എന്തിനാണ്? ആ തള്ളി കൂട്ടുമ്പോ വിളിക്കണം കേട്ടാ. കേട്ടാ ആ മനുഷ്യനോട് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ നാളെ തട്ടും. എന്തോറ്റി? ഫയല് വാങ്ങാൻ വന്ന സണ്ണിക്കുട്ടി അയാള് ചാരായം വാങ്ങാൻ പറഞ്ഞുവിട്ടിരിക്കുക. എന്റെ ഈശ്വര, ഈ കാര്യം തഹസീലാണെന്ന് അറിഞ്ഞ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ട ഒരാളെ വില്ലേജ് ഓഫീസറുടെ അമ്മ അവൻ ചാരായം വാങ്ങാൻ പറഞ്ഞു വിട്ടത് നാട്ടുകാർ അറിഞ്ഞാൽ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതും അല്ല, അമ്മാവൻ സണ്ണിക്കുട്ടി എങ്ങനെ അറിയാം? എന്തിനാ അറിയുന്നത്? സണ്ണിക്കുട്ടി വന്നപ്പോ അമ്മാവൻ പുറത്തേക്ക് ആയിരുന്നിട്ടുണ്ടാവും. എന്റെ അമ്മാവനെന്ന് പറഞ്ഞപ്പോ സണ്ണിക്കുട്ടി പേടിച്ചനുസരിച്ചിട്ടുണ്ടാവും. എന്റെ ഈശ്വര, ഇനിയിപ്പോ തഹസീലാറെ കാലുപിടിക്കേണ്ടി വരുമല്ലോ ഞാൻ. ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഒരു പരിഹാരമില്ല. നിന്റെ അമ്മാവനെ വേണമെങ്കിൽ നീ നില കീർത്തിക്കൊള്ളാം. അയാള് പോകാതെ ഞാൻ ഇനി ഈ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നമില്ല. ഞാൻ കുളിച്ചിറങ്ങി സ്ഥലപ്പെടാൻ നോക്കുക. അമ്മാവൻ പോയി എന്ന് നീ വിളിച്ചു പറയാതെ ഞാൻ തിരിച്ചു വരില്ല. അല്ല, ഇതാണ് സണ്ണിക്കുട്ടി വരുമ്പോ കൊടുക്കാനുള്ള ഫയല്. എനിക്കൊന്നും കേൾക്കണ്ട. ശങ്കരൻകുട്ടി അമ്മാവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയില്ല, ഇങ്ങോട്ട് വരികയില്ല. എന്താ വേണ്ട നീ തീരുമാനിച്ചോ. അങ്ങനല്ല മോനേട്ടാ, പോലെ. അയ്യോ, ഹലോ, അതെ ഉത്തമനാണ്. ആ ഗോപാലൻ ചേട്ടാ, ഞാനേ ഒരു 10:30 മണിയാകുമ്പോ അതുവഴി വരാം. രാവിലെ അത്യാവശ്യമായിട്ട് മോഹനൻ സാറിനെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഓ ശരി 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 ശരി. ആ ആ സാറെന്താണ് ഇത്ര നേരത്തെ? മണി 9:28 ആയില്ലല്ലോ. എന്താണ് സാറേ? സാറേ നമസ്കാരം. എന്താണ് ഇത്ര നേരത്തെ സാറേ? അല്ല, നരകത്തിലേക്കാ. അയ്യോ, നരകത്തിലോട്ടാ? അത് സാറേ, ഉത്തമ, ഇന്നലെ രാവിലെ വന്ന് കയറിയപ്പോ മുതൽ ശങ്കരൻകുട്ടി അമ്മാവൻ ഫിറ്റാ. ഇന്നലെ ആരോ പറഞ്ഞു വിട്ട് മദ്യം വാങ്ങിപ്പിച്ചു. വീട്ടിലിരുന്ന് കുടിയോടുകൂടി. ഇന്നലെ രാത്രി 1 മണിയായപ്പോഴാണ് ബോധം പോയി ആളെന്ന് ഉറങ്ങിയത്. ഇന്ന് നേരം വെളുക്കുമ്പോ ശരിയാവുന്നാണ് ഞാൻ കരുതിയത്. ഇന്ന് രാവിലെ ചായമായി ചെല്ലുമ്പോ കുപ്പിയെടുത്ത് കുടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഒരാളിരിക്കുന്ന വീട് ഞാൻ എങ്ങനെ ഇരിക്കും ഉത്തമ? ഉത്തമൻ അറിയാലോ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലാത്ത ശുദ്ധ ഗാന്ധിയനാണ് കെ മോഹനൻ സാർ. പിന്നെ എനിക്കറിയാം. ആ എന്റെ വീട് ഒരു ചാരായ ഷാപ്പാക്കി മാറ്റിക്കളയെന്ന് വെച്ചാല് സാർ അതിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആ സാധനത്തെ ഒഴിപ്പിക്കാനുള്ള ഒരു വഴി കാണും. എന്ത് വഴി? ബോധമുള്ള ആളല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ചാരായമാണോ അമ്മാവ കുടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ എന്നോട് പറയാ. എന്ത്? അപ്പൊ വക്കീൽ എന്തെന്ന് പറഞ്ഞു സാറേ? അവളെ അമ്മാവനായി പോയില്ലേ? അതുപോലെ പറയാൻ പറ്റുമോ? അപ്പൊ നേരായ വഴിക്കൊന്നും അമ്മാവനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. നമുക്കൊരു വളഞ്ഞ വഴി പ്രയോഗിച്ചാലോ സാറേ? എന്ത് വഴി? കുടിച്ച് ബോധമില്ലായിരിക്കുന്ന ആളെടുത്ത് എന്ത് വഴി പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അതൊക്കെ ഉണ്ട് സാറേ. സാർ എന്തായാലും ഈ പറയുന്ന അമ്മാവനെ ഒരാഴ്ച സഹിക്കാനൊന്നും സാറിനെ കൊണ്ട് പറ്റൂലല്ലോ. ഒരാഴ്ച അയാളുടെ താമസിച്ചാൽ എന്നെ ജാമ്യത്തിലിറക്കാൻ വേറെ വക്കീലിനെ കണ്ടു ചൊല്ലുന്നവൻ അയാളെ തട്ടും. സാറേ വക്കീൽ വീട്ടിലുണ്ട്, അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. ആ സാറേ, ഇപ്പൊ പ്രശ്നം എന്താണ്? അമ്മാവനെ ഒതുക്കാനുള്ള വഴി അയാള് തന്നെ പറഞ്ഞു തന്നിരിക്കുകയല്ലേ? എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് ഒരു 1 മണിക്കൂർ വൈകി സാറിന് ഓഫീസിലെത്തിയാ മതിയാ? സാറേ, ഒരാഴ്ച അമ്മാവനെ സഹിക്കുന്നതിനേക്കാളും നല്ലതല്ലേ 1 മണിക്കൂർ വൈകി ഓഫീസിലെത്തുന്നത്? എന്താ ഉദ്ദേശം?
അതായത് ഞാൻ ഇനി പറയുന്നത് സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. പറ. തൂവരങ്ങൾക്കറിയാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മാവനിങ്ങനെ കള്ള് കുടിക്കുന്നതിൽ മോഹനേട്ടന് വലിയ വിഷമമാണ്. അവനെന്തിനു വിഷമിക്കണത്? കള്ള് വേണമെന്ന് ഞാൻ അവനോട് ചോദിച്ചല്ലേ. എന്ത്? അവൻ പറഞ്ഞു വേണ്ടെന്ന്. എന്നിട്ട് അവന് വേണ്ടമോ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ നാട്ടിലൊക്കെ മോഹനേട്ടൻ നല്ല പേരാ. മാന്യൻ, മര്യാദക്കാരൻ, സത്യസന്ധനല്ല. മോഹനേട്ടന് വീട്ടിൽ വരുന്ന ഒരാൾ കള്ളു കുടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചീത്തപ്പേരാവില്ലേ മോഹനേട്ടന്? അതിലൊരു ചീത്തപ്പേരും ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കാത്ത വളരെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വക്കീലേ, എന്തിനു ഉത്തമ ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. എന്താണ് ഇവിടെ സമാധി ഇരിക്കണ? പിന്നെ വക്കീലേ, ആകെ പാടെ പ്രശ്നമായി വക്കീലേ. എന്താന്ന് പറ. പിന്നെ മോഹനേരി സാറ് വാസുക്കുട്ടന്റെ കള്ള് ഷാപ്പിൽ കയറി കള്ള് വാങ്ങിച്ചു കുടിച്ചു. സത്യം? മോഹനേട്ടനാ? ഓ, ആകെപ്പാടെ മനപ്രയാസമാണ്. അത് മാറ്റണോ, അതുകൊണ്ടാണ് കള്ള് ചോദിച്ചത്. വാസുക്കുട്ടൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. വാസുക്കുട്ടൻ അറിയില്ല സാർ കഴിക്കൂല എന്നുള്ള കാര്യം. പക്ഷെ സാറ് സമ്മതിച്ചില്ല. സാർ ഒരേ വാസി. എന്തൊക്കെയാ പറഞ്ഞത്? കള്ളു കുടിക്കും പോലും. വക്കീലെ വിവരം പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു കുപ്പി കള്ളും കുടിച്ച് സാർ ഇങ്ങനെ ഫിറ്റായി ആടുന്നു. ഒരു കുപ്പികളിൽ ഫിറ്റാവാനോ? വളരെ മോശം. കണക്കെടുക്കാൻ നിൽക്കാണ് വക്കീലെ. അവിടെ ഉള്ള സകലരായിട്ട് സാറ് പ്രശ്നം ഉണ്ടാക്കി. ബേക്കറിയിലെ പുഷ്കറിനെ കരണത്തിട്ടൊന്ന് കൊടുക്കുന്നത് കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. വെരി ഗുഡ്. മെടുക്കൻ. കള്ളുകുടിച്ചാൽ അങ്ങനെ തന്നെ വേണം. പിന്നെ വക്കീലെ ഷാപ്പിൽ ഭയങ്കര പ്രശ്നമാണ്. നാട്ടുകാർ മൊത്തം ഓടി കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാനം പോകാൻ ഓടി പിടിച്ച് വന്നത്. ആ സാറെത്തി. ഉത്തമ, സത്യം പറ, എന്താ ഉണ്ടായത്? പറയാന്ന് സംഗതി പ്രശ്നമാണ് വക്കീലെ. നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കാം. വാ. ഓ, ഇരിക്കുന്ന ഇരിപ്പണ്ട ഇരിക്കപ്പെട്ട കണക്ക്. വാ വക്കീലെ. നോക്കാം നോക്കാം. എന്റെ ചെവിക്കോട്ടെ, നിനക്ക് ചെവി കേട്ടൂടെ? പറഞ്ഞില്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ കള്ളു കുടിക്കുന്നത്. എന്തൊരു കുടിയായിരുന്നറിയോ? ഒന്നുമില്ല സാറേ, വെറുതെ വന്നതാ. ഷാപ്പ് ചാടി വന്നപ്പോ നീ എന്നിട്ട് ഓടിക്കളഞ്ഞല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ എന്താ വന്നോളണം. ഈ സമക്ഷത്ത് വിളിച്ചത്? ഓ ശരി. കൂടെ ഉള്ള ഒരാൾക്ക് ഒരു അപകടം വരുമ്പോ അയാളെ ഇട്ടിട്ട് ഓടിക്കളയുന്നത് അല്ല സാറേ, ഞാൻ അവിടെ നിന്നപ്പോ ഇങ്ങനെ അല്ലാതെ എന്താ കണ്ണ് പൊട്ടിയില്ല.
പോയി സാറേ. ഇന്ന് ഞാൻ ആഫീസിൽ ആരെയൊക്കെ തല്ലി പറയാം. ആദ്യം ബേക്കറിയിലെ പുഷ്കരനെ, പിന്നെ രണ്ടാമത് ബാർബർ രായപ്പനെ. രണ്ടാമത്തല്ലിയത് മാധവൻകുട്ടി. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനകം നിന്നെ തല്ലിട്ടുണ്ടോ? പക്ഷെ ഇന്ന് നിന്നെ നിന്റെ അമ്മാവനെ വെറുതെ പറഞ്ഞ പ്രശ്നമില്ല. ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ ദോഷം ചെയ്യും. എല്ലാം മനസ്സിലായിക്കോളും. ഓട്ട മത്സരത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. രാവിലെ 2 മണിക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ നിന്നോളാം. ഇവിടെ നിന്നെങ്ങാനും മാരാതി വീടറിയും. ആറില്ലേ ഇനി ഇവിടെ എന്നാ പ്രശ്നമാവും? പത്രം ഓടിക്കുന്നത് ബസ്സുണ്ട്, അതിലൊക്കെ പോവാം. അയ്യോ, അങ്ങനെ പോയാലെങ്ങനെ കഥ കൊണ്ടുപോകും? പോയില്ലെങ്കിൽ എന്റെ ഡെഡ് ബോഡി കൊണ്ടുവരും. അവൻ ആരാ എന്തെന്ന് നോട്ടമില്ല. ആദ്യമായിട്ട് കുടിക്കണ ഞാൻ പോണേ. ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. നടന്ന് ക്ഷീണിക്കണ്ട. പോണ വഴിക്ക് ബ്രാൻഡ് കട ഉണ്ടല്ലോ. കുടിച്ചെന്നെ കണ്ടുപിടിക്കാൻ പോയെന്ന്. മോനെ സാറേ, പിന്നെ ഈ സാധനത്തിന് ഞാൻ കൊണ്ടുപോകാനേ. സൂക്ഷിച്ച് കൊണ്ടുപോകാനും. അങ്ങനെ അതെ കയറ്റു. അതെ ഉത്തമം പറഞ്ഞ നടവാ. നേരെ അമ്മ പോവില്ല. കണ്ട ഞാൻ കുടിച്ചിട്ടില്ല. താല്പര്യമില്ല. സംഗതി നടന്നു. ഇനി എന്തായാലും അമ്മാവ് ഈ അടുത്ത ആളത്ത് നാട്ടി വരില്ല. തല്ലിയപ്പോ ഞാൻ കയറി സംഗതി കാര്യമായിട്ടൊന്ന് ശരിക്കും തല്ലുപോലുണ്ടായിരുന്നു. നല്ല റിഹേഴ്സൽ എടുത്തിട്ടാ വന്നത്. ആണോ? എന്നാ പിന്നെ എന്നോട് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ഈ മരണം ഓട്ടോ ഓടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്നോട് പറഞ്ഞാ അതിന്റെ ഗൗരവം ഒന്ന് പോകും. കാരണം നിനക്ക് എന്റെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ലല്ലോ. വില്ലേജ് ഓഫീസർക്ക് ഇത്തരം അടവുകൾ പലതും അറിയാം എന്നതാണ് സത്യം. എന്തായാലും ശങ്കരൻകുട്ടി അമ്മാവിനെ നിലം തൊടാതെ പറപ്പിക്കാൻ പറ്റിയ നിലയ്ക്ക് ഇനി രണ്ടുപേർക്കും സമാധാനപരമായി കഴിയാം. സമാധാനത്തിന്റെ പുതിയ വഴികളുമായി കാര്യം നിസാരം.